ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒരാളുടെ ലൈവ് കാണാനിടയായി. മറ്റാരുമല്ല, ലസിത പാലക്കൽ. അപ്പോൾ എനിക്ക് ഒരു വെല്ലുവിളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഗുരുവായൂരപ്പന ഓല് 4-5 ആൾക്കാർ കൂടി നിൽക്കുമ്പോഴും ഓല മുമ്പിൽ അടിയറവ് വെച്ചിട്ട് വരയ്ക്കണമെന്ന്. അപ്പോൾ ഞാൻ വര തുടങ്ങിയിട്ട് 13 വർഷത്തോളായി, 12-13 വർഷത്തോളായി. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് ഗുരുവായൂരപ്പനെ വരയ്ക്കാൻ അറിയാമെന്നുള്ളത്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്കറിയാവുക ഉണ്ണിക്കണ്ണനെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വരയ്ക്കാൻ നിങ്ങൾ വരൂ, ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ പറയും ഇത് എനിക്ക് എവിടോ സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയതാണ്, അങ്ങനെയാണേ അങ്ങനെ ആവട്ടെ. നിങ്ങളാരും എന്നോട് ഫോട്ടോ മേടിക്കുന്നില്ലല്ലോ, നിങ്ങളോട് ആരോടും ഞാൻ ഫോട്ടോ മേടിക്കാൻ പറഞ്ഞിട്ടുമില്ലല്ലോ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര ടെൻഷൻ? ഞാൻ ഈ ഫോട്ടോ വരച്ച് വെക്കുന്നത് ഇനി കോപ്പി ആയിക്കോട്ടെ, കോപ്പിയാണ്, സമ്മതിച്ച്. നിങ്ങൾക്ക് അതല്ലേ വേണ്ടത്? കോപ്പിയാണ്. ഞാനിത് കോപ്പി എടുത്തിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വാങ്ങുക എന്ന് പറയുന്നുണ്ടോ? നിങ്ങളോട് ആരോടെങ്കിലും വാങ്ങുമെന്ന് പറയുന്നുണ്ടോ? എല്ലാവരും ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്നു, ഞാനും ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്നു. ഞാൻ വരയ്ക്കുന്നത് ഉണ്ണിക്കണ്ണനെയാണ്, ഗുരുവായൂരപ്പനെ അല്ല. ഗുരുവായൂരപ്പനെ ജീവിതത്തിൽ ഞാൻ വരച്ച് നോക്കിയിട്ടേ ഇല്ല. വേറെ കുറച്ച് ഉണ്ണിക്കണ്ണന്മാരെങ്കിലും ഞാൻ വരച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം ഗുരുവായൂരപ്പനെ ഞാൻ ഇന്ന് വരെ വരച്ചിട്ടുമില്ല, എനിക്ക് വരയ്ക്കാനായിട്ട് അറിയേയില്ല. ഇനിയിപ്പം ഞാനിത് കോപ്പിയാണ് എന്ന് നിങ്ങൾ കൂട്ടിക്കോളി. നിങ്ങൾക്ക് എന്താ അത്ര വിഷയം? ഞാനിത് വരച്ചെങ്ങാനും ഉപജീവനമാർഗം കണ്ടെത്തുന്നതിന് എന്താ നിങ്ങൾക്കുള്ള വിഷയം? നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വന്നോ, ലസിതേ ഈ ഫോട്ടോ ഒന്ന് നീ ഏറ്റെടുക്കണം, ഇത് നീ എന്നോട് മേടിക്കുക എന്ന് പറഞ്ഞ് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നോ? അല്ലെ സരിതാപിള്ളൻ്റെ വീട്ടിലേക്ക് വന്നോ? സരിതാപിള്ള അടുത്ത ലൈവ് ഇടൂ എന്ന് പറഞ്ഞ് നിന്നതാണ്. എന്ത് ഞാൻ വരയ്ക്കുന്നത്? ഞാൻ കോപ്പി ആണെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയം ഉണ്ടോ? ഇത് വാങ്ങുന്ന ആൾക്കാർക്കില്ലാത്ത വിഷയം നിങ്ങൾക്ക് എന്തിനാണ്? ചോദിക്കട്ടെ. ഞാൻ വരയ്ക്കുന്നു, ഞാനത് സെയിൽ ചെയ്യുന്നു, ഞാനത് കാർബൺ കോപ്പിയോ ഇനി എനിക്ക് വേറെ ആരോ വരച്ച് തരികയെ ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. വിറ്റ് പോകുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ കുടുംബം ജീവിച്ച് പോകുന്നുണ്ടല്ലോ. നിങ്ങളുടെ ആരുടെയും മുമ്പിലേക്ക് വന്ന് കൈ നീട്ടുന്നില്ലല്ലോ. അത് നോക്കിയാൽ പോരെ നിങ്ങൾക്ക്? നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ കൈ നീട്ടിയിരിക്കോ? എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് വന്നിട്ടുണ്ടോ? വന്നിക്കെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ. അപ്പം എനിക്ക് എൻ്റെ കണ്ണനെ വരയ്ക്കാൻ അറിയാം. അത് ഇനി കോപ്പിയാണേ കോപ്പി, ഞാനായിട്ട് അംഗീകരിച്ച് തന്നു, കോപ്പിയാണ്. എന്തെങ്കിലും വിഷയമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ലസിത പാലക്കലിന് എന്തെങ്കിലും വിഷയമുണ്ടോ? അറിയാൻ മേല. പിന്നെ പറയാൻ വിട്ടുപോയി, വ്യവസായിൻ്റെ കുറേ വോയിസ് ഉണ്ട് എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ വെല്ലുവിളിക്കുക, നീ പുറത്ത് വിടത്. നിന്റെ പേർക്ക് കേസ് വരുമെന്നല്ലേ ഉള്ളത്? നീ വ്യവസായിൻ്റെ വോയിസ് ഉണ്ടെങ്കിൽ പുറത്ത് വിട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഏതോ ബസ് കയറിയിട്ട് സീറ്റ് വേണം, സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞിക്കോലെ, ആ ബസ്സും ബസ് ഡ്രൈവറെയും ഒന്ന് അല്ലെ ബസ്സിൻ്റെ റൂട്ടും ഒന്ന് പറഞ്ഞതാ. ഇന്നലെ ഞാൻ മറ്റേ വെളോട് പറഞ്ഞതിൻ്റെ അതിരി ഡാഡിക്ക് പറഞ്ഞോളാണെങ്കിൽ. ഇനി മൂന്നാമത്തെ കാര്യം, എൻ്റെ വാപ്പയുടെ ഓട്ടോറിക്ഷൻ്റെ മുകളിൽ ഒരാഴ്ചത്തേക്കാണോലെ ആ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചത്. തൻ്റെ ഇടണ്ടോടി പൂനൂർ വന്ന് നോക്കാൻ വേണ്ടിയിട്ട്? പൂനൂരൊക്കെ കുറേ ആൾക്കാരുണ്ടല്ലോ, എന്നെക്കുറിച്ച് കുറേ വീഡിയോസും കുറേ ന്യൂസുകളും കുറേ കാര്യങ്ങളും ഉണ്ടല്ലോ. ആട്ട് പുറത്ത് വിട്. എന്താ ഇത്ര മടി? എന്തിനെങ്ങനെ മടിക്കുന്നത്? പുറത്ത് വിടി. നിങ്ങൾ വിടുകയാണ് ചെയ്യേണ്ടത്. എന്താ നിങ്ങൾ ആരും പുറത്ത് വിടാണ്ട്? എന്തേതാ നിന്നെ പോലെ തന്നെ ഒരു പെണ്ണാ ഞാൻ. പക്ഷേ ഈ അന്ന് ന്യൂസും മറ്റേ വീഡിയോയും ലൈവൊക്കെ ഇടുമ്പോൾ നിനക്ക് അന്ന് ബാലാമണി താത്ത എന്ന് പറയുമ്പം അന്ന് ഞാനൊരു പെണ്ണല്ലായിരുന്നു? ഇപ്പോഴാണോ ഞാനൊരു പെണ്ണായി നിനക്ക് തോന്നുന്നത്? അന്ന് എൻ്റെ 2 കുഞ്ഞുങ്ങളെ നിനക്ക് ഓർമ്മയില്ല, ഇനി ഇപ്പോഴായി നിനക്ക് ഓർമ്മയായി തുടങ്ങിയത്? ഇതൊക്കെ എത്രയോ വ്യവസായിൻ്റെ ഇതും പിന്നെ എന്തോ ചാറ്റും ഡീറ്റെയിൽസും എൻ്റെ വോയിസും എൻ്റെ ഭർത്താവിൻ്റെ വോയിസും ഒക്കെ ഉണ്ടോല്ലേ. ഭർത്താവിൻ്റെ വോയിസ് ഒന്ന് പുറത്ത് വിട്. അതൊക്കെ ചെയ്ത് കാണിക്കേ. ആയിക്കൊണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് ഞാനിതാ കോപ്പിയാണ്, സമ്മതിച്ചു. ഞാൻ നിൻ്റെ ഒന്നും വീട്ടിലേക്ക് വന്നിട്ടില്ല, എനിക്ക് ഗുരുവായൂരപ്പനെ വരയ്ക്കാനും അറിഞ്ഞൂടാ. പ്രശ്നം തീർന്നല്ലോ. നിങ്ങൾക്കൊക്കെ അതാണല്ലോ വേണ്ടിയത്. നിങ്ങൾ അംഗീകരിച്ചല്ലോ. ഞാൻ 1000-ൻ്റെ പുറത്ത് ഫോട്ടോസ് വിറ്റ് പോയിട്ടുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രശ്നമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ തീർന്നല്ലോ. നിൻ്റെയൊക്കെ മുമ്പിൽ അടിയറവ് വെച്ചിങ്ങാൻ അടിയനെ പോലെ നിൽക്കേണ്ടി വന്നാൽ അന്ന് കാണിച്ച ആത്മഹത്യാ ശ്രമമായിരിക്കൂല,
കൈത്തറുത്താളും ഞാൻ. അത്രക്ക് എനിക്ക് ഇതേപോലുള്ള തരം താന്ന അത്രക്ക് തന്നെ പറയണം. അങ്ങനത്തെ ഉള്ള ഒരു പെണ്ണിൻ്റെ മുമ്പിൽ വന്നിട്ട് അടിയറവ് വെക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. നിങ്ങൾക്ക് വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് തിരിച്ച് വെല്ലുവിളിക്കാൻ വന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മാങ്ങ എന്ന് പറയുമ്പോൾ ചക്ക എന്നല്ല പറയണ്ടേ. ഞാൻ ചോദിച്ച ചോദ്യം എൻ്റെ പേരിൽ കേസുണ്ടെ കൊണ്ടുവരാൻ. അവർക്ക് കുടുംബം ഉണ്ടായിക്കോട്ടെ. കുടുംബമുള്ളവരെ തന്നെയാണ് ഞാൻ നശിപ്പിച്ചത്. ഓനോട് നാ മുഖം മറിച്ചിട്ട് വരാൻ പറ. ഓനോട് പറ പുറം തിരിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പറയാൻ പറ. അങ്ങനെ ഒരാളെ കൊണ്ടുവരി. അങ്ങനെ ചെയ്തൂടെ നിങ്ങൾക്ക്? ഇനി അങ്ങനെ ഒരാൾ വരട്ടെ. പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യം, എനിക്ക് ഗുരുവായൂരപ്പനെ വരയ്ക്കാൻ അറിയില്ല. ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് മുതിർന്ന ആളാണ് എൻ്റെ അറിവിൽ. എനിക്ക് അറിയാതെ എൻ്റെ കണ്ണനെ വരയ്ക്കാനാണ്. അത് ഞാൻ വരയ്ക്കുന്ന ആൾക്കാർക്ക് വിശ്വാസം വരാൻ ഇഷ്ടം പോലെ ഞാൻ വരച്ച് ലൈവായിട്ട് തന്നെ എൻ്റെ എഫ്ബിൻ്റെ അകത്തും യൂട്യൂബിൻ്റെ അകത്തും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തും ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ പറ്റുന്ന പോലെ ഉണ്ട്, വിശ്വസിച്ചാൽ മതി കേട്ടോ. നിൻ്റെ ഒന്നും മുമ്പിൽ അടിയറവ് വെക്കേണ്ട ഒരാവശ്യവും ജസ്റ്റിനൊക്കെ വന്നിട്ടില്ല. ഇനിയിപ്പം കോപ്പി ആണെങ്കിൽ കോപ്പി. ഇത് സെയിലാവുന്നുണ്ട്, നല്ല അസലായിട്ട് സെയിലാവുന്നുണ്ട്. അതിൻ്റെ അതൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ കാണാം. ഇത് ഫോട്ടോ സെയിലാവുന്നുണ്ടോ എന്നുള്ളത് 2 മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എൻ്റെ ഫോട്ടോ സെയിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ വെല്ലുവിളി ഏറ്റെടുത്തോ. വ്യവസായിൻ്റെ എല്ലാവരും ഒന്ന് പുറത്ത് വിട്ട് കാണിച്ചതാ. നന്ദി, നമസ്കാരം.